കോതമംഗലം താലൂക്ക് ആശുപത്രിയോടനുബന്ധിച്ച് ഡയാലിസിസ് സെന്റർ ആരംഭിച്ചു. ഇതുൾപ്പെടെ 15 കോടി രൂപ ചെലവഴിച്ചുള്ള വിവിധ പദ്ധതികൾ ആശുപത്രിയിൽ നടപ്പാക്കി. ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു. ഗവൺമെന്റ് ആശുപത്രികളിൽ ഏറ്റവും മികച്ച സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനാണ് സർക്കാർ നടപടിയെടുത്തതെന്ന് മന്ത്രി പറഞ്ഞു. കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് സെന്റർ, അത്യാഹിത വിഭാഗം, പാലിയേറ്റീവ് കെയർ വാർഡ്, കണ്ണ് ഓപ്പറേഷൻ തിയേറ്റർ, നവജാത ശിശുക്കൾക്കും അമ്മമാർക്കും വേണ്ടിയുള്ള പോസ്റ്റ് നേറ്റർ വാർഡ് തുടങ്ങി വിവിധ വികസന നവീകരണ പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്തത്. മന്ത്രി പി രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു. കിഫ്ബിയിൽ നിന്നുള്ള 11.5 കോടി രൂപയും MLA ഫണ്ടിൽ നിന്നുള്ള 3.5 കോടി രൂപയുമാണ് ഇവിടെ ചെലവഴിച്ചത്. പോസ്റ്റ് നേറ്റൽ വാർഡ് എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനനായ ശ്രീ പി രാജീവ് സാർ ഇപ്പോൾ ശിലാഫലകം അനാച്ഛാദനം ചെയ്യുകയാണ്. ആരോഗ്യമേഖലയിൽ സർക്കാർ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നതായി മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സ്വകാര്യ ആശുപത്രികളോട് കിടപിടിക്കുന്ന സൗകര്യങ്ങൾ ഗവൺമെന്റ് ആശുപത്രികളിൽ കൊണ്ടുവന്നു. ഇത്രയധികം മാറ്റം നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ ജനിച്ച് 1000 കുഞ്ഞുങ്ങൾ മരിച്ചാൽ 5 പേർ മാത്രമേ മരണപ്പെടുന്നുള്ളൂ. മുഖ്യമന്ത്രിയും മോഹൻലാലായിട്ടുള്ള അഭിമുഖം നിങ്ങൾ കണ്ടോ? നന്നായില്ലേ? അത് പറയുന്നത് ഇത്രയും കുട്ടികൾ ജനിച്ചിട്ട് 2 പേരെ അതിജീവിച്ചത് അന്നത്തെ കാലം. ഇപ്പോൾ 1000 പേര് ജനിച്ചാൽ ഈ കേരളത്തിൽ 5 കുഞ്ഞുങ്ങളെ മരിക്കുന്നുള്ളൂ. അമേരിക്കയിൽ 5.6 കുഞ്ഞുങ്ങൾ മരിക്കും. അതാണ് കേരളത്തിൻ്റെ മികവ്. ഇപ്പോൾ സ്വകാര്യ ആശുപത്രികൾ വല്ലാതെ ഫണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇൻവെസ്റ്റ് സമ്മിറ്റൊക്കെ വരുമ്പോൾ അറിയാം, എല്ലാ ആശുപത്രിയും വലിയ ഈ വെർച്വൽ ഫണ്ടുകാർ വന്ന് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കേരളത്തിലുള്ള പൊതു ആരോഗ്യ സംവിധാനം അത്തരം താല്പര്യങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് ഏതെങ്കിലും വളരെ ഒറ്റപ്പെട്ട് വരുന്ന സംഭവങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വരും. ഇപ്പോൾ മനുഷ്യരാണല്ലോ ഡോക്ടർമാർ ആരും ബോധപൂർവം എന്തെങ്കിലും ചെയ്യുന്നവരുടെ ഈ തിരക്ക് ചിലപ്പോൾ ഒരു കൈപ്പിഴവ് വരാം അറിയാതെ. ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു, പ്രിൻസ് വർക്കി, KK ടോമി, ഡോക്ടർ സാം പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ്, കോതമംഗലം.